എല്ലാവർക്കും നമസ്കാരം. പ്രധാനമായും രണ്ടു തരത്തിലുള്ള ആവശ്യക്കാരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഉദ്ദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് പഠിക്കാൻ ആവശ്യമുള്ളവരോട് അവരുടെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി. അതിന് നമുക്ക് ലഭിച്ച പ്രതികരണം എന്ന് പറയുന്നത് മിക്കവാറും ദൂരെയുള്ള വ്യത്യസ്ത ജില്ലകളിൽ നിന്നും 1-2 പേർ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ളൊരു ക്ലാസ് എടുക്കാൻ സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. എന്നാൽ അതിന് പകരമായി ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ഒന്നുകിൽ ടെലഫോണിൽ കൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പ് വീഡിയോ കോൾ മുഖേനയോ ക്ലാസ് കൊടുക്കാൻ സാധിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതുപ്രകാരമാണ് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒന്നാമത്തെ ആവശ്യക്കാർക്കായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ആവശ്യക്കാർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, മീൻസ് ഇലക്ട്രോണിക്സ് മേഖലയിൽ സ്കീമാറ്റിക്, PCB സർക്യൂട്ട്, അതുപോലെ അതിൻ്റെ സോഫ്റ്റ്വെയർ, അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ, ഒരു പ്രോജക്റ്റ് ഫയൽ കിട്ടുകയാണെങ്കിൽ സ്വയം എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്ത് അവർക്കൊരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ ഒരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫീൽഡിൽ നമുക്ക് സാധിക്കുന്ന എന്താണോ അത് മുഴുവൻ ചെയ്തു തരാൻ തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളും പൂർണ്ണമായി വിവരിക്കുക എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പുതുതായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് എല്ലാം വ്യത്യസ്ത പ്രായക്കാരായിരിക്കും. ഏതാണ്ട് ഒരു 15 വയസ്സായ ഒരു കുട്ടി മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മളടുത്ത് പല ആവശ്യങ്ങൾക്കും വരാറുണ്ട്. പിന്നെ ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കോമൺ സിലബസ് എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ: എന്താവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത്? ആവശ്യം മീൻസ് ഇത്രയേ ഉള്ളൂ: നിങ്ങൾക്ക് കുറച്ച് കോളേജ് പ്രോജക്ട്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഹോബി ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് രീതിയിൽ വളരെ വലിയ ഹൈ ലെവലിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാം എഴുതാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യം എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും നമ്മളത് പഠിപ്പിച്ചു തരുന്നത്. പിന്നീട് തീരെ ഒട്ടും അറിയാത്തവരാണെങ്കിൽ ആദ്യം പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിന് മുൻപ് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏറ്റവും ലളിതമായി തന്നെ വളരെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസിക്സ് നമുക്ക് 1-2 മണിക്കൂർ കൊണ്ട് തന്നെ തീർക്കാൻ കഴിയുന്ന രീതിയിലുള്ള അങ്ങനെ ബേസിക്സ് അത് പഠിച്ചതിന് ശേഷമായിരിക്കും അവരെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്താവശ്യത്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് അത് മാത്രം ജസ്റ്റ് എന്താണ് ആവശ്യം എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ അതുപോലെ നിങ്ങൾ ഏതാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, പിക്ക് മൈക്രോ കൺട്രോളർ ആയിരിക്കാം, അല്ലെങ്കിൽ അർഡിനോ ആയിരിക്കാം, അതുപോലെ അല്ലെങ്കിൽ നുവാട്ടോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ST ആയിരിക്കാം. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത ICകൾ ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, നിങ്ങൾ എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ വിഷയം ചുരുക്കമായി എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അഥവാ പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഞങ്ങളത് ഏറ്റെടുക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങളുടെ ആവശ്യം റെഡിയാണെങ്കിൽ നിങ്ങൾ തരുന്ന നമ്പർ, വാട്സാപ്പിൽ അയച്ചിരുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് വിളിക്കും. നിങ്ങൾക്ക് ടൈം അലോട്ട് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ്, ഫീസ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, എങ്ങനെയാണ് പഠിപ്പിക്കുന്ന രീതി, സിലബസ്, ഈ സംശയങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് അങ്ങോട്ട് തിരിച്ച് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ ആവശ്യം ചുരുക്കി 2-3 അല്ലെങ്കിൽ 4 വരിയിൽ ജസ്റ്റ് എഴുതി അറിയിക്കുക. നിങ്ങളെ അങ്ങോട്ട് വിളിച്ചാൽ കിട്ടുന്ന സമയം, ഏതാ ഡേറ്റ് പറ്റുമെങ്കിൽ ഡേറ്റ് പരമാവധി അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ തിരിച്ച് വിളിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അതിലേക്ക് കടക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം എന്ന് നോക്കാം. ബിസിനസ് ആഗ്രഹിക്കുന്നവരും മുകളിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് വളരെ ചുരുക്കി, എന്ത് ഉൽപ്പന്നമാണ് നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ മുൻകാല പരിചയമുണ്ടോ അല്ലെങ്കിൽ പരിചയമില്ലയോ, അപ്പോൾ എന്തൊക്കെ സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതിൻ്റെ സർക്യൂട്ട് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഫയൽ മാത്രം കിട്ടിയാൽ മതിയോ, അതല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ വേണ്ട എക്സ്പേർട്സ് സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്താ ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തെക്കുറിച്ച് മാത്രം വളരെ ചുരുങ്ങിയ 3-4 വരി എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് സെയിം നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. പറഞ്ഞതുപോലെ നിങ്ങളെയും തിരിച്ച് വിളിച്ച് നമുക്ക് വിശദമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഉൽപ്പന്നത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒരു 3-4 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമുക്ക് വാട്ടർ ലെവൽ കൺട്രോളർ. നിങ്ങൾക്കറിയാം അതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഡ്രൈ റൺ ആവശ്യമുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ എല്ലാ കണ്ടീഷൻസും. അപ്പോൾ വാട്ടർ ലെവൽ എന്ന് മാത്രം സൂചിപ്പിച്ചാൽ മതി. പിന്നെ ഹോം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷോപ്പ് സെക്യൂരിറ്റി,
അങ്ങനെ സെക്യൂരിറ്റി സിസ്റ്റമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതാണ് ആവശ്യമെന്ന് പറയുക. മറിച്ച് വൈഫൈ കൺട്രോൾഡ് പ്രോഡക്റ്റ്, നിങ്ങൾക്ക് വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും നിങ്ങൾക്ക് വൈഫൈ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് നിയന്ത്രിക്കേണ്ട ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അതല്ല, ഇനി വളരെ അകലെയുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് ഫോൺ ഉപയോഗിച്ച് നമ്പർ സിം കാർഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺ ഓഫ് ചെയ്യേണ്ട അങ്ങനെയുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ അങ്ങനെ. ഇനി ഇതൊന്നും അല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് പ്രോജക്റ്റും എന്താണ് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്ക് സാധ്യമാവുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നേരിട്ട് സംസാരിക്കാം. വീഡിയോ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.